രാജ്ഭവന്റെ പേര് ലോകഭവൻ എന്നായി മാറുകയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെ അവശേഷിപ്പായിരുന്ന രാജ്ഭവൻ എന്ന പേര് മാറ്റണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഏറെ കാലമായി ആവശ്യപ്പെടുന്ന കാര്യവുമാണ്. ജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലമായി ലോക്ഭവൻ എന്ന പേര് മാറ്റണമെന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. അതിന് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയതോടെയാണ് കേരള രാജ്ഭവന്റെ പേര് മാറുന്നത്. ഗവർണർമാരുടെ വാസസ്ഥലവും ഓഫീസുമായ രാജ്ഭവനുകൾക്ക് രാജ്യമാകെ ലോക്ഭവൻ എന്നോ ലോക് നിവാസ് എന്നോ പേരുമാറ്റാമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ രാജ്ഭവന് ലോക് ഭവൻ എന്നായിരിക്കും പേരുമാറ്റുക. ഇപ്പോൾ മുംബൈയിലുള്ള ഗവർണർ തിരിച്ചെത്തിയാലുടൻ രാജ്ഭവന്റെ പേര് മാറ്റാനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കും. തിരുവനന്തപുരത്ത് കവടിയാറിൽ രാജ്ഭവന്റെ പ്രവേശന കവാടത്തിൽ രാജ്ഭവൻ എന്നത് ഒഴിവാക്കി ലോക് ഭവൻ എന്ന് സ്വർണ്ണലിപികളിൽ കൊത്തിവെക്കും. രാജ്ഭവന്റെ പേര് മാറുന്നതോടെ അവിടെ നിന്നുള്ള ഫയലുകളിലും ആശയവിനിമയത്തിലുമെല്ലാം ലോക് ഭവൻ എന്നായി മാറും. അടുത്തിടെ രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങിൽ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. രാജ്ഭവൻ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കരുതെന്നും ലോക് ഭവൻ എന്ന പേര് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയിൽ നിന്ന് മാസിക ഏറ്റുവാങ്ങിയ ശശി തരൂർ എംപിയും പറഞ്ഞിരുന്നു. രാജ്ഭവൻ ജനങ്ങളിൽ നിന്ന് അകലെയുള്ള ഭരണഘടനാ സ്ഥാപനമാക്കരുത്, മറിച്ച് ജനങ്ങളെ കേൾക്കുന്നതും അവരുടെ അഭിലാഷങ്ങൾക്കൊപ്പം നിൽക്കുന്നതുമായിരിക്കണം എന്നാണ് ശശി തരൂർ പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തെ മാറ്റങ്ങളിൽ പ്രധാനമാണ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ബാക്കിപത്രമായ പേരുമാറ്റം. ജനങ്ങളും രാജ്ഭവനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടി കൂടിയാണ് രാജ്ഭവന്റെ പേര് ലോകഭവൻ എന്നാക്കുന്നത്. രാജ്ഭവനുള്ളിൽ പ്രതിമാസ പൊതുപരിപാടികൾ ഗവർണർ മുൻകൈയെടുത്തപ്പോൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് രാജ്ഭവനിൽ അടുത്ത കാലം വരെ പ്രവേശനം അനുവദിച്ചിരുന്നത് സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും നടക്കുന്ന അറ്റ് ഹോം എന്ന ചായ സൽക്കാരത്തിലും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേളകളിലും മാത്രമായിരുന്നു. ഇപ്പോൾ രാജ്ഭവനിൽ ഗവർണർ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ അനുവദിക്കാറുമുണ്ട്. നിലപാട് വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടാൻ പോലും ഗവർണർമാർ നിർബന്ധിതരാവാറുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. മാധ്യമങ്ങളും രാജ്ഭവനും തമ്മിൽ പാലിക്കപ്പെട്ടിരുന്ന അകലമില്ലാതാവുകയും വാർത്തകളുടെ ഉത്ഭവ കേന്ദ്രമായി രാജ്ഭവൻ മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല.